ചടയമംഗലം ലോക്കൽ സമ്മേളനം അനുശോചന പ്രമേയത്തോടെ ആരംഭിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചടയമംഗലം ലോക്കൽ സമ്മേളനത്തിൽ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി രണ്ടാവുകയാണ്. ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയും പോരേടം ലോക്കൽ കമ്മിറ്റിയും. ഗ്രൂപ്പ് പോര് അവസാനിപ്പിച്ച് ഇരു ഗ്രൂപ്പുകളും പുതിയ ലോക്കൽ കമ്മിറ്റികൾ വീതം വെച്ചെടുക്കാൻ ആണ് ധാരണ. പുതിയ കമ്മിറ്റികൾ നിലവിൽ വരുന്നതോടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയിൽ സന്തോഷ് വിനൂപിള്ള വിഭാഗം നേതൃത്വം നൽകുന്ന ഔദ്യോഗിക പക്ഷത്തിന് ശക്തി കുറയുകയും രാജപ്പൻ നായർ പക്ഷത്തിന് ബലം കൂടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഒരു മത്സരം ഈ സമ്മേളനത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. പോരേടം ലോക്കൽ കമ്മിറ്റി പൂർണ്ണമായും ഔദ്യോഗിക പക്ഷത്തിന്റെ കൈവശം തന്നെയായിരിക്കും. പോരേടത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി രമണൻ തിരഞ്ഞെടുക്കപ്പെടും. ചടയമംഗലം ലോക്കൽ കമ്മിറ്റിയിൽ രാജപ്പൻ നായർ പക്ഷത്തുനിന്ന് ജയകുമാറും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാകും. ഏരിയ സെന്റർ അംഗം ജയകുമാർ മേൽഘടകത്തിലെ അംഗങ്ങളുടെ സമ്മതത്തോടെയാകും സെക്രട്ടറി പദവിയിൽ എത്തുക. രാജപ്പൻ നായർ പക്ഷത്തിന്റെ മുഖമായ CPM ലോക്കൽ കമ്മിറ്റി അംഗം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് താൽപര്യക്കുറവ് അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹവുമായി സമവായത്തിൽ എത്താൻ കഴിയാത്തതും പിന്നെ സാധ്യത കൽപ്പിച്ചിരുന്ന നിലവിലെ ഓഫീസ് സെക്രട്ടറി ജയൻ, കൊല്ലം ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് S ഷൈൻകുമാർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനത്തിൽ എത്താത്തതും പാർട്ടിക്ക് ജനകീയ മുഖം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലും സെക്രട്ടറി സ്ഥാനം ഏരിയ സെന്റർ അംഗം ജയകുമാറിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഔദ്യോഗിക പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ബ്രാഞ്ചുകളിൽ ഔദ്യോഗിക പക്ഷത്തിന് മുൻകൈ നേടിക്കൊടുത്ത ചടയമംഗലത്തെ ശക്തനായ സീനിയർ നേതാവിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ഒഴിയാനുള്ള തീരുമാനവും അവരുടെ ബലക്ഷയമായി മാറി. ഇതിനെ തുടർന്ന് ഇരുപക്ഷവും സമവായത്തിലെത്തി പരസ്പര ധാരണയോടെ മേൽഘടകത്തിന്റെ അംഗീകാരത്തോടെ വീതം വെച്ചെടുക്കുന്ന അവസ്ഥയാണ് സമ്മേളനത്തിൽ നിലനിൽക്കുന്നത്. പ്രതിനിധി ചർച്ചയിൽ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ ADGP, പൊളിറ്റിക്കൽ സെക്രട്ടറി വിഷയത്തിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടിനെയും വിമർശനവും വന്നുകൊണ്ടിരിക്കുന്നു. ബ്രാഞ്ച് സമ്മേളനത്തിൽ അംഗങ്ങളുടെ ചർച്ചയിൽ ഈ വിധ ചോദ്യങ്ങൾക്ക് മേൽഘടകത്തിലെ അംഗങ്ങൾ മൌനം പാലിക്കുകയാണ് ഉണ്ടായത്. ഇനി വരുന്ന ലോക്കൽ കമ്മിറ്റികൾ ചടയമംഗലത്തെ ജനകീയ പ്രശ്നങ്ങളിൽ നിലപാട് എന്തായിരിക്കും എന്നും ജനം ഉറ്റുനോക്കുന്നു. സാക്ഷി TV.